ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കിഡിലെ ഐറ്റമാണിത്. ഫ്ലവറിനെ എങ്ങനെ നമ്മൾ ചിരട്ടയിൽ അലങ്കരിക്കാം. ഇത് നിങ്ങളുടെ വീട്ടിൻ്റെ ഔട്ട്ഡോറിലും ഇൻഡോറിലൊക്കെ വെക്കാം. ഇതുപോലെ ഹാങ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതിന് ആവശ്യമായ ചിരട്ട എടുക്കാം. നമ്മൾ വീട്ടിലൊക്കെ വെറുതെ കിടക്കുന്ന ചിരട്ട എടുത്തിട്ട് അതിലെ ചകിരികളൊക്കെ ഒന്ന് അടുപ്പിൽ വെച്ച് കരിച്ച് കളയുക. ശേഷം ഇതുപോലെ സാൻഡ് പേപ്പർ വെച്ച് നന്നായി വരച്ച് വൃത്തിയാക്കുക. അതുപോലെ ഹോളുള്ള ചിരട്ട വേണം നമ്മൾ എടുക്കാൻ. എങ്കിൽ മാത്രമേ നമ്മൾ അതിൽ നടുന്ന ചെടി അതിലൊഴിച്ചു കൊടുക്കുന്ന വെള്ളം പുറത്തേക്ക് പോവുകയുള്ളൂ. അല്ലെങ്കിൽ അത് ചെടി ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ശേഷം ആ ചിരട്ടയിലേക്ക് നമ്മൾ വീട്ടിൽ വല്ല ബാക്കി വന്ന പഴയ ഗ്രില്ലിനൊക്കെ അടിക്കണ പെയിൻറ്റ്, അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ആർക്കിലിക് പെയിൻ്റൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വീട്ടിൽ ബാക്കി വന്ന പഴയ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് കളറാണ്, കുറച്ചും കൂടി നല്ല അട്രാക്റ്റീവായ കളറാണ് വൈറ്റ്. നമ്മൾ വീട്ടിൽ ജനലൊക്കെ അടിക്കണ പെയിൻ്റായ കാരണം സിംഗിൾ കോട്ട് കൊണ്ടൊരു കളർ കിട്ടില്ല, ഡബിൾ കോട്ടൊക്കെ അടിക്കേണ്ടി വരും. ശേഷം ഇത് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കണം, അല്ലെങ്കിൽ കയ്യിലൊക്കെ പെയിൻറ്റ് പറ്റാൻ സാധ്യതയുണ്ട്. ഇനി ഇതിൽ ഈ ചിരട്ടയിലേക്ക് ആവശ്യമായ കുറച്ച് ചകിരി പറിച്ചെടുക്കുക. ശേഷം കുറച്ച് മണ്ണും ഉണക്ക ചാണകവും കൂടി മിക്സ് ചെയ്ത് ആ ചിരട്ടയിലേക്ക് നമ്മൾ നിറക്കാൻ വേണ്ടിയാണ് ഈ ചാണകം മിക്സ് ചെയ്യുന്നത്. നമ്മുടെ പെയിൻ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, പുറം ഭാഗത്ത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ച മണ്ണ് നിറച്ച് കൊടുക്കാം. അതിനാദ്യം കുറച്ച് ചകിരി എടുത്ത് അതിൻ്റെ ചിരട്ടയുടെ അടിഭാഗത്ത് ഹോള് വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് അടിയിൽ വെച്ച് കൊടുക്കുക. ആ ചിരട്ടയിൽ ഇടുന്ന മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ചകിരി ഇടുന്നത്. ശേഷം കുറച്ച് മണ്ണ് ആ ചകിരിയുടെ മുകളിൽ വെച്ച ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചെടി വേരോടെ അതിലേക്ക് വെക്കുക. എന്നിട്ട് അതിന് ചുറ്റും നമ്മൾ മിക്സ് ചെയ്ത മണ്ണ് നിറച്ച് കൊടുക്കുക. ചുറ്റിലും ചിരട്ട നിറയുന്നത് വരെ നിറച്ച് കൊടുക്കണം. ചിരട്ടയുടെ മണ്ണിലേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. ചെടിക്ക് ആവശ്യമായ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം, അധികം ഒഴിക്കണ്ട. കുറച്ച് ഒഴിച്ചതിന് ശേഷം നമ്മൾ ടെറസിലൊക്കെ കാണുന്ന പൂപ്പൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ആ മണ്ണിന് ചുറ്റുമായിട്ട് മുകൾ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഈ പൂപ്പലാണ് നമ്മുടെ ചെടിയുടെ മെയിൻ അട്രാക്ഷൻ. ഒരു പച്ചപ്പ് കളറും നോക്കൂ, എന്ത് ഭംഗിയുണ്ട്. അങ്ങനെ ചെയ്ത് വെച്ച ഈ ചെടി നമ്മുടെ ടെറസിൻ്റെ മുകളിലും അല്ലെങ്കിൽ മതിലിൻ്റെ മുകളിലൊക്കെ ഫ്രണ്ട് സിറ്റ് ഔട്ടിലൊക്കെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. ഇൻഡോറിൽ നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഹാങ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ, നല്ല കളർഫുൾ. ഇതിനിടക്കിടക്ക് വെള്ളം തെളിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഈ ചെടിയൊക്കെ ഉണങ്ങിപ്പോകും. പൂപ്പൽ അധിക കാലമൊന്നും ഇരിക്കില്ല, 1-2 മാസമൊക്കെ ഇരിക്കും. മഴക്കാലം തീരുന്നതൊക്കെ ഇരിക്കും. അതിനുശേഷം നമുക്കത് എടുത്ത് കളയാവുന്നതാണ്. ഇതുപോലെ ഹാങ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര അട്രാക്ഷനാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ആക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പഴയ ചിരട്ടയൊക്കെ എടുത്ത് വെച്ച് സിമ്പിളാണ്, വലിയ ചിലവൊന്നുമില്ല. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരേക്ക് ഇത് ഷെയർ ചെയ്യുകയും വേണം. ഓക്കെ, താങ്ക് യു.